ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരീസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ കിച്ചൺ ജോലി തിരക്കിനിടയിൽ നമ്മുടെ കയ്യിൽ നിന്നും ഇതേപോലെ വെളിച്ചെണ്ണ, എണ്ണ, അതേപോലെ എന്തെങ്കിലും ഓയിലുകൾ ഇതേപോലെ തറയിലൊക്കെ ചിന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേഗം തന്നെ ചെറിയൊരു പീസ് സ്പോഞ്ച് മാത്രം മതി കേട്ടോ. ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്ന എല്ലാം ഒന്ന് ഒപ്പിയെടുക്കുമ്പോഴേക്കും വേഗം തന്നെ ആ ഒരു എണ്ണയെല്ലാം ഈ ഒരു സ്പോഞ്ചിലോട്ടേക്ക് ഇങ്ങനെ വലിച്ച് അബ്സോർവ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതേപോലെ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ, ഇനിയിപ്പോൾ അതെല്ലാം ഒന്നും വേണ്ട, ടാൽക്കം പൗഡർ, നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ പകുതി, നമ്മൾ എത്രത്തോളമാണോ നമ്മുടെ കയ്യിൽ നിന്നും തറയിൽ ഇതേപോലെ എണ്ണ ഓയിലൊക്കെ വീണ് പോയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ അത് ആ ഒരു എണ്ണമയെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും. നമ്മൾ എത്ര സോപ്പിട്ട് അതേപോലെ ലിക്വിഡിട്ട് തേച്ചൊരച്ച് കൊടുത്തു കഴിഞ്ഞാലും എങ്ങനെയായാലും ആ ഒരു തെന്നലുണ്ടാവും നമ്മൾ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. വെള്ളം കൊണ്ട് കഴുകിയാലും അല്ലെങ്കിൽ സോപ്പോ ഡിഷ് വാഷോ സോപ്പും പൊടിയൊക്കെ കൊണ്ട് കഴുകിയാലും എങ്ങനെയായാലും നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു വഴുക്കലുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തറയിലെ ആ ഒരു എണ്ണമയം എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത്, നമ്മൾ ഇതേപോലെ പഴത്തിനൊക്കെ വില കുറയുന്ന സമയത്ത് ഒരുപാടൊക്കെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പഴം കേടായി പോവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പടലയോട് കൂടിയിട്ട് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു തലഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു പഴത്തിൻ്റെ പടല ഭാഗം, ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പടല ഭാഗം കാണാത്ത വിധത്തിൽ ഇതേപോലെ എയറൊന്നും കടക്കാത്ത രീതിയിൽ ഇതേപോലെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുക, ഇത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ പഴം വെക്കുകയാണെങ്കിൽ 2-3 ദിവസം ഈ ഒരു പഴത്തിന് ഒരു കേടും കൂടാതെ ചീഞ്ഞൊന്നും പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത് പോയാൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊക്കെ ഒരു മടിയായിരിക്കും അല്ലേ. നല്ല ഇങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴമാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ കഴിച്ചും ചെയ്തോളൂ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത്, നമ്മൾ ഇതേപോലെ മൂത്ത പഴമൊക്കെ വാങ്ങുമല്ലോ, അതായത് നല്ല പാകമാവാത്ത പഴുപ്പെത്താത്ത പഴം. ഈ ഒരു പഴുപ്പെത്താത്ത പഴം നമുക്ക് വേഗത്തിന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ എല്ലാവരും കിച്ചണിലുള്ള ഈ ഒരു ഐറ്റം റൈസ് കുക്കർ, ഈ ഒരു റൈസ് കുക്കറിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താണോ പഴുപ്പിക്കാൻ വെക്കുന്നത്, പഴമോ അതേപോലെ മാങ്ങയോ അതേപോലെ എന്ത് ഫ്രൂട്ടാണോ നമ്മൾ വെക്കുന്നത് അത് ഇതേപോലെ ഈ ഒരു തുണിയിൽ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്ന സമയത്ത്, നമ്മൾ പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു പഴമെല്ലാം പാകമായി കിട്ടാനായിട്ട് പറ്റും. പഴം എന്ന് മാത്രമല്ല കേട്ടോ, ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാം ഒരേപോലെ പഴുത്ത് കിട്ടാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് റൈസ് കുക്കറിൽ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചൂട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലം കൂടിയാണ്. അപ്പോൾ നമ്മൾ മൂത്ത പഴം, അതായത് ഫ്രൂട്ട്സ് മാത്രം ഇങ്ങനെ വെച്ചാൽ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് നല്ല മൂപ്പെത്തിയിട്ടുള്ള ഫ്രൂട്ട്സ് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്കത് പഴുത്ത് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ചായയൊക്കെ കാച്ചിട്ട് നമ്മൾ ചില സമയത്ത് രാവിലെ നമ്മുടെ വീട്ടിൽ പലരും പല സമയങ്ങളിലാവും എഴുന്നേൽക്കല്ലേ. അപ്പോൾ നമ്മൾ ചായ ചൂടൊക്കെ തണഞ്ഞു പോകും, പിന്നെ അത് വീണ്ടും വീണ്ടും ചൂടാക്കി കുടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ചൂടുള്ള ചായ ഇതേപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എണീക്കുന്ന സമയത്തും നല്ല ചൂടായിരിക്കും കേട്ടോ ആ ഒരു ചായ, പിന്നെ നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, പറഞ്ഞതാട്ടോ.
ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ. നമ്മളിതേപോലെ കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ചില കണ്ടെയ്നറുകളെ അടപ്പിന് ഇതേപോലെ ലൂസായി പോവും. അപ്പോൾ നമുക്ക് ആ ഒരു ലൂസ് പോയിട്ട് നല്ല ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അടപ്പിൻ്റെ ഇടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞെക്ക് ഭാഗം, ബോട്ടിലിൻ്റെ ഈ ഒരു ഞെക്ക് ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഞെക്ക് ഭാഗത്ത് ഇങ്ങനെ കുറേ 2-3 ലൈനുകൾ ഉണ്ടാവും. ഈ ഒരു ലൈനിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു അടപ്പ് അടച്ച് നോക്കൂ. വേഗം തന്നെ നമുക്ക് അത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റബ്ബർ ബാൻഡ് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു അടപ്പ് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ഒറ്റ ചാവിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, കീ ചെയിനൊന്നും ഇല്ലാത്ത ഈ ഒരു ഒറ്റ ചാവി. ഈ ഒരു ഒറ്റ ചാവിയാകുമ്പം നമുക്ക് ഹാങ് ചെയ്ത് ഇടാനൊക്കെ പ്രയാസമായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്നും വേഗം തന്നെ അത് മിസ്സായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിതാ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഈ ഒരു ചാവിൻ്റെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കെട്ടും കൂടെ ഇട്ടുകൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു ചാവി ഹാങ് ഇടാനായിട്ട് പറ്റും. ഒരിക്കലും ചാവി മിസ്സായി പോവില്ല. ഒറ്റ ചാവിയൊക്കെ ആകുമ്പം കീ ചെയിനൊന്നും ഇല്ലാത്ത ഒറ്റ ചാവി ആകുമ്പം അത് പെട്ടെന്ന് തന്നെ മിസ്സായി പോവുകയും ചെയ്യും. അതായത് പോയി കഴിഞ്ഞാൽ കണ്ടെടുക്കാനും പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേപോലെ കുളത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആണിയിലോ ഹാങ്ങറിലൊക്കെ കൊളുത്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ കുറേ കാർഡ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, ATM കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനത്തെ ഓരോ കാർഡ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ കാർഡ്സുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് അട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ആ ഒരു കാർഡ്സൊന്നും മിസ്സായി പോവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഈ ഒരു എല്ലാ കാർഡ്സും ഇതേപോലെ അട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഏത് കാർഡാണോ വേണ്ടത് നമുക്ക് തപ്പാതെ തിരയാതെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കെട്ടിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. ഇതൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പും കാണിക്കുന്നത് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ടിപ്പ് തന്നെ കേട്ടോ. അപ്പോൾ നിസാരനായ ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരുപാട് ഷോളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അലമാരയിൽ മടക്കി വെക്കുന്ന സമയത്തും ഒരുപാട് സ്പേസും വേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഷോളുകൾ മടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ, നല്ല ഭംഗിയിൽ. അപ്പോൾ ഓരോ ഷോളും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ റബ്ബർ ബാൻഡും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ഷോളിൻ്റെ മുകളിലും റോൾ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഡ്രസ്സാണോ ഇടുന്നത് ആ ഡ്രസ്സിന് അനുസരിച്ചിട്ടുള്ള ഷോളുകൾ നമുക്ക് തപ്പാതെ തിരയാതെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഷോളുകൾ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഷോളുകൾ നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പം ഷോള് വെക്കുന്ന അടുത്തൊരു രീതിയാട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാനിതാ ഇവിടെ ഒരു ഹാങ്ങറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ അലമാരയിലൊക്കെ ഷർട്ടൊക്കെ കൊളുത്തിയിടുന്ന ഈ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങറിലോട്ടേക്ക് ഒരു പഴയ ഷോൾ ഇതേപോലെ ഒരു കെട്ടിട്ടിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വലിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹാങ്ങറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഷാളും ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന രീതിയിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ചാവിൻ്റെ മുകളിലായിരുന്നു ഈ ഒരു ഹാങ്ങർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ എനിക്ക് നല്ല കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു ഹാങ്ങർ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഉയർന്ന സ്ഥലത്തേക്ക് കൊളുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഷോള് വെക്കാൻ പാകത്തിന് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഓരോ റബ്ബർ ബാൻഡും ഇതേപോലെ ഇട്ട് കൊടുക്കുക ഈ ഒരു ഷോളിൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഓരോ റബ്ബർ ബാൻഡും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഷോളുകൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് തിരികെ വെച്ച് കൊടുക്കുക കേട്ടോ.
ഈ ഒരു രീതിയിൽ നമ്മൾ ഷോളുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ അലമാരയിലും അതേപോലെ കബോർഡിലൊക്കെ നമുക്ക് ഷോളുകൾ മടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ മാത്രമല്ല നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുന്ന സമയത്തും നമുക്ക് ഓരോ കളറിന് മാച്ചായ ഷോൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് തപ്പാതെ തിരയാതെ ചുളിവൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഷോളുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഷോളുകൾ നമുക്ക് ഇതേപോലെ അടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓരോ ഷോളുകളാണ് ഈ ഓരോ ഗ്യാപ്പിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഷോളുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2 ഷോളുകളൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന വീഡിയോ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്കാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനിതാ 2 ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വേസ്റ്റിലെറിയുന്ന ഈ ഒരു ബോട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ കിടിലൻ ടിപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് വലിയ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഇതേപോലെ നടുക്ക് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു ബോട്ടിലിൻ്റെ 2 സൈഡും ഈ ഒരു അറ്റത്താണ് ഞാനിപ്പം ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി മറുവശത്തും ഇതേപോലെ ഒരു വര ഇട്ട് കൊടുക്കട്ടോ. അടിവശം ഒരിക്കലും കീറി കൊടുക്കരുത് കേട്ടോ. ഈ ഒരു ബോട്ടിലിൻ്റെ അടിവശം മുകൾ വശം ചെറിയ പീസ് അവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു കത്തി ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ലൈനിട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം പിന്നെ കത്രിക വെച്ചിട്ടൊന്ന് ഞാനിതാ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, കോഫിയൊക്കെ കുടിക്കുന്ന കപ്പുകൾ, ആ ഒരു കപ്പുകളൊക്കെ ഇതേപോലെ നമുക്ക് അടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അതാ ഒരു ചെറിയ മീഡിയം ബോട്ടിലായതുകൊണ്ട് ഞാനൊരു 3-4 കപ്പാട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറേ കപ്പുകൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കപ്പുകൾ കുറേ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ കപ്പുകൾ വെക്കുകയാണെങ്കിൽ ഇതിൽ പൊടി പിടിക്കില്ല, മാറാലെ ചായക്കറ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ നിലത്ത് വീണാൽ പൊട്ടാനും ചാൻസ് ഇല്ല ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ, പിന്നെ നല്ല വൃത്തി ഉണ്ടാവും. ഒരു വർഷം കഴിഞ്ഞ് എടുക്കുന്ന സമയത്തും ഇതിലൊരിക്കലും പൊടിയോ മാറാലെ അങ്ങനെയൊന്നും പിടിക്കാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ വേസ്റ്റിലെറിയുന്ന അതേപോലത്തെ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു ടിപ്സാട്ടോ അത്. അപ്പോൾ ഈ ഒരു പിടിഭാഗം പുറത്തോട്ടേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കപ്പുകളൊക്കെ ഇതേപോലെ നമുക്ക് അപ്പോൾ ബോട്ടിൽ കീറിയതിന് ശേഷം ഈ ഒരു പിടിഭാഗം കപ്പിൻ്റെ പിടിഭാഗം പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.